TCV ദിനേശ് കുമാർ അനുസ്മരണം സംഘടിപ്പിച്ചു. ഓരോ വീടും ഓരോ സ്വപ്നങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ AV അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, കുഞ്ഞിമംഗലം ആൻഡ് കണ്ടോത്ത്. പയ്യന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും സിവിൽ എഞ്ചിനീയറിംഗ് കെട്ടിട നിർമ്മാണ മേഖലയിൽ സവിശേഷമായ മാറ്റങ്ങൾ വരുത്തുകയും പരമ്പരാഗത നിർമ്മാണ രീതികളെ ആധുനിക ശൈലിയുമായി സമന്വയിപ്പിച്ച് നൂറുകണക്കിന് കെട്ടിട നിർമ്മിതികൾ നടത്തുകയും തൊഴിൽ മേഖലകൾക്കപ്പുറം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത അന്നൂരിലെ TCV ദിനേശ് കുമാറിന്റെ 1ാം ചരമവാർഷിക ദിനാചരണം സ്കന്ദ റെസിഡൻസിയിൽ നടന്നു. PM ബാലകൃഷ്ണൻ സ്വാഗതവും VP ബാലഗംഗാധരൻ അധ്യക്ഷതയും വഹിച്ച അനുസ്മരണ ചടങ്ങ് V കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരാളെ ഓർമ്മിക്കുന്നത് അയാൾ ജീവിച്ച കാലത്ത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും. ചെറിയ പ്രായത്തിൽ തന്നെ ദിനേശനുമായി ബന്ധപ്പെടാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഞാനും. അപ്പം അതേതെങ്കിലും രീതിയിലുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിലുള്ള വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ്. ഇവിടെ സൂചിപ്പിക്കാത്ത സഹകരണ മേഖലയുമായും ദിനേശൻ ബന്ധപ്പെട്ടിരുന്നു എന്നത് സഹകരണ മേഖലയിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് നേരിട്ട് ബോധ്യമുള്ളൊരു കാര്യമാണ്. ഇവിടെ വേദിയിൽ T പുരുഷോത്തമൻ ഇരിക്കുന്നുണ്ട്. T പുരുഷോത്തമൻ പ്രസിഡന്റായിട്ടുള്ള ഒരു സഹകരണ സംഘം ജില്ലാ സഹകരണ ബാങ്കിലെ രാഘവപ്പുതുവാൾ ഉൾപ്പെടെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഇപ്പോഴും പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനം, അപ്പം അതിൻ്റെ ഭരണസമിതി അംഗമായി അതിൻ്റെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിക്കാൻ സന്നദ്ധനായിട്ടുള്ള വ്യക്തി കൂടിയാണ് ദിനേശൻ എന്നത് എനിക്ക് ആ കാലം മുതൽ ഓർമ്മയിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ദിനേശൻ തൊടാത്ത ഒരു മേഖലയും പയ്യന്നൂരിലില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ തൊട്ട മേഖലകളിലെല്ലാം ആളുകളെ പണക്കാനല്ല, ആളുകളെ കൂടെ നിർത്താനാണ് സന്നദ്ധമായിട്ടുള്ളത് എന്നതും നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. ദിനേശൻ്റെ പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള നിരവധി തൊഴിലാളികളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവരിലൂടെ തൊഴിലാളികളോടുള്ള ദിനേശൻ്റെ മനോഭാവത്തെക്കുറിച്ച്, സമീപനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ മുമ്പേ തന്നെ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ നിലയിൽ കൈവച്ച മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ച ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു ദിനേശൻ എന്ന് പൊതുവെ പറഞ്ഞു പോകുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. തന്റെ കൊച്ചനുജനെയാണ് അകാലത്തിൽ നഷ്ടപ്പെട്ടതെന്നും ദിനേശന്റെ മരണം ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്തതാണെന്നുമാണ് നോവലിസ്റ്റ് CV ബാലകൃഷ്ണൻ അനുസ്മരണ ഭാഷണത്തിൽ പറഞ്ഞത്. ഈ ചടങ്ങിനോട് എത്തിയ ശേഷം അല്പം മുമ്പ് ഞാൻ കോട്ടയത്തുള്ള എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിക്കുകയുണ്ടായി. അപ്പം അവിടെ ആർക്കിടെക്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ രാജേഷ് എന്ന് പറയുന്ന സുഹൃത്ത്. ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം എൻ്റെ എത്രയോ കാലത്തെ സുഹൃത്താണ്. അപ്പോൾ എപ്പോഴും എന്നോട് കോട്ടയത്ത് വെച്ചൊരിക്കൽ ഇങ്ങനെ ദിനേശനെ കുറിച്ച് ഈ രാജേഷ് ചോദിച്ചപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ അനിയനെപ്പോലുള്ള ഒരാളാണ്. അപ്പോഴാണ് ഈ ലെൻസ് ഫെഡ് എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ഞാൻ
അറിയുന്നത്. അതിൻ്റെ ഈ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളായിരുന്നു രാജേഷ്. അന്ന് ദിനേശൻ്റെ മരണം അറിഞ്ഞിട്ട് അന്ന് ഇവിടെ വന്നിരുന്നു. അപ്പൊ രാജേഷ് പറഞ്ഞു, ഇന്ന് കോട്ടയത്ത് രാവിലെ അവര് അതിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു അനുസ്മരണ സമ്മേളനം ചേർന്നിരുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ നമ്മള് ദിനേശൻ മരിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് 1 വർഷമായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എത്ര പെട്ടെന്നാണ് കാലം കടന്നു പോകുന്നത്. അതേ വികാരം തന്നെയാണ് എനിക്കും തോന്നിയത്. ഇന്നലെ ആണ് ആ വേർപാട് സംഭവിച്ചത് എന്ന്. വളരെ ദുഃഖകരമായിരുന്നു അത്. അവിടെ നിന്ന് കൂടിയിരുന്ന എല്ലാവരെയും സംബന്ധിച്ചു, ഇന്നിപ്പോൾ ഓടിയുള്ള എല്ലാവരെയും സംബന്ധിച്ചു അവരുടെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളിൽ ഒന്നാണ് ദിനേശൻ്റെ വിയോഗം. എനിക്ക് എൻ്റെ ഒരു ഇളയ സഹോദരന് തുല്യനായിരുന്നു ദിനേശ്. അങ്ങനെയുള്ള ഒരു രീതിയിലായിരുന്നു ദിനേശൻ എന്നോട് ഒരു ജ്യേഷ്ഠനോടെന്ന പോലെയായിരുന്നു ഇടപഴകിയിരുന്നത്. ഞാൻ അവനോട് എൻ്റെ ഒരു ഇളയ സഹോദരൻ, എനിക്കില്ലാത്ത ഒരു സഹോദരനോടെന്ന പോലെയാണ് ഞാൻ ദിനേശനുമായിട്ട് ഇടപഴകുന്നത്. അത്രയും ഈ പെരുമാറ്റത്തിൽ നേരത്തെ ഇവിടെ കുഞ്ഞേഷൻ പറഞ്ഞ പോലെ നമ്മൾ ആളുകളെ എപ്പോഴും കൂടെ നിർത്താൻ വേണ്ടിയിട്ട്, ആളുകളെ അകറ്റുകയല്ല, ആളുകളെ എപ്പോഴും കൂടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അത്രയും സൗമ്യമായിട്ട് ആൾക്കാരുമായിട്ട് ഇടപെടുകയും അത്രയും നിഷ്കളങ്കമായിട്ടും നിസ്വാർത്ഥമായിട്ടും ആളുകളായിട്ട് ഇടപെടുകയും അവർക്ക് സ്നേഹം കൊടുക്കുകയും അവരുടെ വിശ്വാസം ആർജിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ദിനേശൻ കടന്നുപോയത്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചാൽ ഏതെങ്കിലും തരത്തിൽ വിരോധികളെ സമ്പാദിക്കാതിരിക്കാൻ ആർക്കും സാധിക്കില്ലെന്നും, എന്നാൽ നിരവധി സംഘടനകളിലും ജീവകാരുണ്യ മേഖലകളിലും പ്രവർത്തിച്ച ദിനേശിന് ഒരാളെപ്പോലും വെറുപ്പിന് ഇരയാകേണ്ടി വന്നിട്ടില്ലാത്തത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണെന്നും പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ VC രവീന്ദ്രനും അനുസ്മരിച്ചു. ആദ്യമായി എനിക്ക് ഒരു നന്ദി രേഖപ്പെടുത്താനാണുള്ളത്. ഒരുപക്ഷെ ഈ വേദിയിലും ഈ സദസ്സിലും ഇരിക്കുന്നതിന് കൂട്ടത്തിൽ ദിനേശനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ദൈർഘ്യത്തിലോ ആത്മബന്ധത്തിൻ്റെ കാര്യത്തിലോ ഒരുപക്ഷെ ഒരു ശിശുവായിരിക്കും ഞാൻ. പാലിയേറ്റീവ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയത് എന്നുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആരാധനയോടെ നോക്കി നിന്നൊരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം വിഹരിച്ച രംഗങ്ങളിലെല്ലാം തന്നെ, അത് ഏത് കണക്കിലാണ്, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലാണെങ്കിലും ലയൻസിലാണെങ്കിലും റോട്ടറി ആണെങ്കിലും ലെൻസ്ഫെഡിലാണെങ്കിലും സംഘടനാ തലത്തിലാണെങ്കിലും മറ്റ് ഏത് കണക്കിലാണെങ്കിലും അതിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വം. അതേ സമയത്ത് പലപ്പോഴും മുൻപന്തിയിൽ വന്ന് നിൽക്കാതെ എപ്പോഴും പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം. അത് വളരെ അപൂർവമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ദിനേശന്റെ വിയോഗത്തിനെ നമുക്ക് ഒരു തിരോധാനം എന്ന് വേണം പറയാം. അത് കാരണം അതിന് വേറെ ഒരു വാക്കിൽ അതിൻ്റെ ആകസ്മികത കൊണ്ടും അതിൻ്റെ അസ്വീകാര്യത കൊണ്ടും നമുക്കത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു വിയോഗമായിരുന്നു. കാരണം അദ്ദേഹം ജ്വലിച്ചുകൊണ്ടിരുന്നൊരു കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് പെട്ടെന്ന് കെട്ടുന്നത്. അത് നിങ്ങൾക്കെല്ലാം ബോധ്യമായ ഒരു കാര്യമായിരിക്കും. അപ്പൊ അത് അങ്ങനെ ഒരു വ്യക്തിത്വം എന്നെ സംബന്ധിച്ചോളം ഞാൻ വിഹരിക്കുന്ന സോഷ്യൽ രംഗങ്ങളിൽ സാമൂഹ്യ രംഗങ്ങളിൽ എൻ്റെ MRC സ്കൂളിൻ്റെ കാര്യത്തിലാണെങ്കിലും പാലിയേറ്റീവ് പ്രസ്ഥാനത്തിലാണെങ്കിലും എന്താവശ്യമുണ്ടെങ്കിലും അതൊരു നോ എന്ന് പറയാത്ത എന്നും സുസ്മേരവതനായ ഈ ഒരു മുഖമല്ല ആണോ നിങ്ങൾ ദിനേശൻ ഓർക്കുന്ന മുഖം ഇതല്ല, എന്നും സുസ്മേരവതനായിട്ടുള്ള ആർക്കും സഹായം എത്തിക്കുന്ന ആ കണക്കിലൊരു വ്യക്തിത്വം.
ഒരു എൻ്റെ പേഴ്സണൽ ആഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ഈ ലോകം വിട്ടുപോകുമ്പോൾ ഒരു സുഹൃത്തിനെ പോലും നേടിയിട്ടില്ലെങ്കിലും ഒരു ശത്രുവിനെ നേടാതെ പോകണമെന്നാണ്. അത് ഒരു പക്ഷേ ആർക്കും ദൈവങ്ങൾക്ക് പോലും സാധിക്കാത്തൊരു അപ്രാപ്യമായ ലക്ഷ്യമായിരിക്കും. ഒരു പക്ഷേ ഏതെങ്കിലും മൂലയിൽ സ്വന്തം കാര്യങ്ങൾ മാത്രം എനിക്ക് ആർക്കും സാധിച്ചു വരും, സുഹൃത വലിയും പരിചയ വലിയും കുറവായതുകൊണ്ട്. പക്ഷേ ദിനേശനെ പോലെ ഇതുപോലെ വിഹരിച്ചുകൊണ്ട് ഒരു ശത്രുവില്ലാതെ, ഒരു കണക്കിലും അദ്ദേഹത്തിനോട് ഒരു നീരസമില്ലാതെ അങ്ങനെയുള്ള ഒരു ഭാഗത്തോട് ജീവിക്കാൻ മരിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ഒരുപക്ഷെ എൻ്റെ അറിവിൽ അങ്ങനെ മറ്റൊരാളുണ്ടാവില്ല എന്ന് തോന്നുന്നു. അസംഘടിതമായ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് ലൈസൻസ് എഞ്ചിനീയർമാരെ സംഘടിപ്പിച്ച് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമായി ലാൻസ്ഫെഡ് എന്ന സംഘടനയെ കരുത്തുറ്റതാക്കി ഉയർത്തിയ മികച്ച സംഘാടകൻ, പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി, പ്രകൃതി ജീവന ചാരിറ്റബിൾ ട്രസ്റ്റ്, TCV കുഞ്ഞങ്ങമ്മ കുടുംബ ട്രസ്റ്റ്, ഓട്ടോഗ്രാഫ് SSLC സഹപാഠി കൂട്ടായ്മ, കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക് വിദ്യാർത്ഥി കൂട്ടായ്മ എന്നിവയുടെയെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു TCV ദിനേശ് കുമാറിന്. തുടർന്ന് സംസാരിച്ച MP സുബ്രഹ്മണ്യൻ, ലയൺ MK ചന്ദ്രൻ, റൊട്ടേറിയൻ M അബ്ദുൽ ഖാദർ, VKV അശോകൻ, MA ജയചന്ദ്രൻ എന്നിവർ അനുസ്മരിച്ചു. അഡ്വക്കേറ്റ് KV ശശിധരൻ നമ്പ്യാർ നന്ദിയും പറഞ്ഞു. ദിനേശ് കുമാറിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഓരോ വീടും ഓരോ സ്വപ്നങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ AV അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, കുഞ്ഞിമംഗലം ആൻഡ് കണ്ടോത്ത്. www.avinterior.com. For more details, call 9961339846.